വർഷം 1976 മാർച്ച് 1-ന് രാജൻ, ജോസഫ് ചാർലി എന്നീ വിദ്യാർത്ഥികളെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ നക്സലൈറ്റുകളാണ് എന്ന് ആരോപിച്ചായിരുന്നു ആ അറസ്റ്റ്. പിന്നീട് രാജനെ കക്കയം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. പോലീസിൻ്റെ ക്രൂരമർദ്ദനം, അന്നത്തെ ആ ഒരു ഉരുട്ടിക്കൊലപാതകം എന്ന ആ മുറയ്ക്ക് അയാൾ ഇരയാവുകയായിരുന്നു. കോളേജ് ആർട്സ് ഡേക്ക് രാജൻ ഒരു പാട്ട് പാടി. മന്ത്രിക്കെതിരെയായിരുന്നു ആ പാട്ട് എന്നുള്ളൊരു ചൊരുക്ക് പോലീസുകാർക്ക് അന്നേ രാജനോടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെയാണ് കായന്ന പോലീസ് സ്റ്റേഷൻ്റെ ആക്രമണവും നടക്കുന്നത്. അന്ന് അവിടെ ഓടി ഒളിച്ച ആരോ പറഞ്ഞു, രാജ ഓടിക്കോ എന്ന്. അങ്ങനെ പോലീസ് പല രാജന്മാരെയും തിരഞ്ഞു. അങ്ങനെയാണ് രാജൻ എന്ന വിദ്യാർത്ഥിയിലേക്ക് പോലീസുകാർ അറസ്റ്റിനായി എത്തുന്നത്. നക്സൽ ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് ചോദ്യം ചെയ്യലിനിടയിൽ ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. രാജനെ കാണാനില്ല എന്ന പരാതിയുമായി അച്ഛൻ ഈശ്വര വാര്യർ പലയിടത്തായി സമീപിച്ചു. അതിൻ്റെ ഫലമായി അന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ജയറാം പടിക്കലിനെ കോടതി ശിക്ഷിച്ചുവെങ്കിലും ആ ശിക്ഷ റദ്ദാക്കപ്പെട്ടു. അതിൻ്റെ പിന്നിൽ പല രാഷ്ട്രീയ സമീപനങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ ഹെബിയസ് കോർപ്പസ് കൂടിയായിരുന്നു ഈ കേസ്. അടിയന്തരാവസ്ഥ കാലത്ത് നക്സലിസവുമായി ബന്ധപ്പെട്ട് പല ചെറുപ്പക്കാരും പോലീസിൻ്റെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംഭവമായിരുന്നു രാജൻ കൊലക്കേസെങ്കിലും ഇന്നും കേരളത്തിലേറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാജൻ കൊലക്കേസ്. ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി 1988 ഷാജി എൻ കരൺ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, പിറവി. രാജൻ കൊലക്കേസ് സിനിമയാകുമ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമായിട്ടാണ് പിറവി എന്ന സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിലെ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ വേദനയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആകെ അത്താണിയായുണ്ടായിരുന്ന ഒരു മകനെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ സങ്കടമാണ് പിറവി എന്ന സിനിമ. രാഘവ ചാക്യാരുടെ മകനായ രഘു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് രഘു. അയാൾ വന്നിട്ട് വേണം ചേച്ചിയുടെ വിവാഹ നിശ്ചയം നടത്താൻ. രഘു വരുന്നതും നോക്കി രാഘവ ചാക്യാർ എല്ലാ ദിവസവും ഒരു ജംഗ്ഷനിൽ കാത്തു നിൽക്കാറുണ്ട്. അവസാനത്തെ ബസ്സിന് വേണ്ടിയിട്ടാണ് ആ നോക്കി നിൽപ്പ്. ഒരു ദിവസം രഘുവിൻ്റെ സുഹൃത്തായ ഹരി വന്നിറങ്ങുന്നു. ഹരിയോട് രഘു എവിടെ എന്ന് ചോദിക്കുമ്പോൾ വന്നു കാണുമെന്നാണ് വിചാരിച്ചത് എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു നുണയാണ് അവിടെ പറയുന്നത്. രാഘവ ചാക്യാർ പല ദിവസങ്ങളിലും തൻ്റെ മകനെ അന്വേഷിച്ച് ആ ജംഗ്ഷനിൽ നിന്നെങ്കിലും രഘു മാത്രം വന്നില്ല. പിന്നീട് ഹരിയെ അദ്ദേഹം പലതവണ സമീപിച്ചെങ്കിലും ഹരിയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് തൻ്റെ മകൻ എവിടെ എന്നുള്ള ഒരു ഉത്തരം ലഭിച്ചില്ല. പത്രത്തിൽ നിന്നും തൻ്റെ മകൻ്റെ തിരോധാനത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് അറിയുന്നു. രഘുവിന് എന്താണ് സംഭവിച്ചത് എന്ന് കൂട്ടുകാരനായ ഹരിയിൽ നിന്നും രഘുവിൻ്റെ ചേച്ചിയും പിന്നീട് അറിയുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വിവരം പിന്നീട് പത്രങ്ങളിലൊക്കെയും വന്നപ്പോൾ ആ ഒരു സംഭവത്തെ തുടർന്ന് അവർ പരാതിയുമായി തിരുവനന്തപുരത്തേക്ക് തന്നെ പോവുകയാണ്. തൻ്റെ മകനെ അന്വേഷിച്ച് പോകുന്നൊരു പിതാവിനെയാണ് അവിടെ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ. അതിനുശേഷം രഘുവിൻ്റെ ചേച്ചിയും തിരുവനന്തപുരത്തേക്ക് രഘുവിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും അറിയുന്നു പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത രഘുവിനെ കുറിച്ച്. ഇങ്ങനെ ഒരിക്കലും മടങ്ങി വരാത്ത അനിയനെയും ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത മകനെയും ആണ് നമ്മളവിടെ രഘുവിലൂടെ അറിയുന്നത് തന്നെ. രഘുവിനെ കുറിച്ച് സഹോദരിയും അച്ഛനും അന്വേഷിക്കുന്നുണ്ട് എങ്കിലും രഘു മരണപ്പെട്ടു എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നു. ആ ഒരു ദുഃഖത്താൽ സഹോദരി കടന്നു പോകുന്നു. പക്ഷേ പിതാവിനാകട്ടെ തൻ്റെ മകൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. തൻ്റെ മകൻ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്താൽ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ഒരു പിതാവിനെ ആണ് ഈ സിനിമ അവസാനം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഷാജി എൻ കരുണിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു പിറവി. ഈ സിനിമ ഒരു ഇൻസിഡൻറ്റിനെ എടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് ഈ സിനിമ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ പേരുകളാണെങ്കിൽ പോലും രാജൻ എന്ന പേര് സിനിമയിലേക്ക് വരുമ്പോൾ രഘുവായി മാറുന്നു. അതുപോലെ രാജൻ്റെ പിതാവ് ഈ സിനിമയിൽ ഒരു നിർധനനായ മനുഷ്യനാണെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസർ കൂടിയായിരുന്നു. ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് എസ് ജയചന്ദ്രൻ, രഘുനാഥ് പലേരി, അതുപോലെ ഷാജി എൻ കരുൺ എന്നിവർ ചേർന്നാണ്. ഇതിനകത്തെ ഓരോ കാര്യങ്ങളും റിയലായിട്ടുള്ളൊരു ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നടന്ന സംഭവത്തിനെ മാറ്റി എഴുതി കുറച്ചുകൂടെ ഇമോഷണലായിട്ടാണ് ഈ സിനിമ നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഒരു അച്ഛൻ മകന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുക.
ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ മഴയുള്ള സമയത്താണ്. അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് സീനിൽ മഴ പെയ്തുകൊണ്ടാണ് അച്ഛൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആ വള്ളക്കാരൻ ആണ് പിടിച്ചുകൊണ്ട് വരുന്നതെങ്കിലും തൻ്റെ മകനാണ് കൂടെ ഉള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് വരുന്ന ഒരു പിതാവ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ മുൻപൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി അവർ നോക്കിയിരിക്കുമായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് സണ്ണി ജോസഫാണ്. ഈ സിനിമയിൽ അതിനകത്തെ ഓരോ ഷോട്ടുകൾക്കും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു കാത്തിരിപ്പ് നമ്മൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ സീനിനും ചില ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രഘു എന്ന ചെറുപ്പക്കാരൻ വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ പലപ്പോഴും അവരുടെ കുട്ടിക്കാലം കാണിക്കുമ്പോഴും അതുപോലെ വലുതായി കഴിഞ്ഞപ്പോഴും ഒക്കെ ഉള്ള ആ രഘുവിൻ്റെ ഒരു സാന്നിധ്യം ശബ്ദത്തിലൂടെയൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതുപോലെ ആ ഒരു പ്രസൻസ്, രഘു എങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് പലപ്പോഴും ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വേണുഗോപാലാണ്. ഇതിനകത്തെ ആ ഒരു ഓരോ സിറ്റുവേഷൻസ് നമ്മൾക്ക് കാണുന്നത് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ടാണ്. ഒരു മഴ, ആ ഒരു മഴയുടെ സാന്നിധ്യത്തിൽ അവരുടെ ദുഃഖം നമ്മളിലേക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എത്തുന്നുണ്ട്. മഴയ്ക്ക് എപ്പോഴും ഒരു സെൻറ്റിമെൻറ്റാലിറ്റി ഉണ്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾക്കത് തരാൻ സാധിക്കുന്നുണ്ട് ആ സിനിമയിലൂടെ. പിറവി എന്ന സിനിമയുടെ ഛായാഗ്രഹനെ നമ്മൾക്ക് ഇവിടെ പറയാതിരിക്കാൻ സാധിക്കില്ല. അത്രമാത്രം നമ്മളെ ഒരു ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലേക്ക് നമ്മൾക്കൊരു കാത്തിരിപ്പ് കൊണ്ടുവന്ന ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ, അതിനകത്തെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ ആ സംവിധായകനെ, ആ ഒരു ഛായാഗ്രഹനെ നമ്മൾക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. പിറവി എന്ന സിനിമയിലൂടെയാണ് ഈ സണ്ണി എന്ന ഒരു ഛായാഗ്രഹനെ കുറച്ചുകൂടി എല്ലാവരും അടുത്തറിയുന്നത് പോലും. 1989 ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 31ഓളം പുരസ്കാരങ്ങൾ ലഭിച്ച ഒരു സിനിമയായിരുന്നു പിറവി. മികച്ച സംവിധായകൻ, മികച്ച രണ്ടാമത്തെ സിനിമ, മികച്ച അഭിനേതാവ് എന്നീ നിലകളിലുള്ള ഒട്ടനവധി അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. രാജൻ്റെ അച്ഛൻ ഈശ്വരവാര്യർ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയല്ല പിറവി എന്ന സിനിമ. ഒരു അച്ഛൻ മകന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ കഥയാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രതീക്ഷയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു അച്ഛനാണ് മകന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇനി ഒരിക്കലും വരില്ല എന്ന് പറയുന്ന ആ ഒരു മകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അത് ഈ സിനിമയിൽ ഒരുപാട് നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നു. അതുപോലെ നമ്മളെ ഒരുപാട് വിഷമപ്പെടുത്തുന്നു. രാജൻ കൊലക്കേസ് എന്ന സംഭവം നടന്ന് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഷാജി എൻ കരുൺ അതൊരു സിനിമയാക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധമാണെങ്കിൽ, പിന്നീട് പല സിനിമകളിലും അതിൻ്റെ ഒരു റെഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. രാജൻ കൊലക്കേസ് പല സിനിമകളിലൂടെയും ഓരോ കാലഘട്ടത്തിലേക്കും ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ, അതുപോലെ ജയ് ഭീം, മെക്സിക്കൻ അപാരത തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ ഈ രാജൻ കൊലക്കേസ് ചർച്ചാ വിഷയമാകുന്നുണ്ട്. അപ്പോഴൊക്കെ സിനിമ നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തരുന്ന ആ ഒരു കാര്യം, രാജൻ എന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം മനുഷ്യരെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ അതിൽ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. രാജൻ കൊലക്കേസ് ഒരു അച്ഛൻ മകന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ വിപ്ലവാത്മകമായ കഥയാണ് നമ്മളോട് പറയുന്നത്. തൻ്റെ മകൻ എവിടെ, അല്ലെങ്കിൽ എന്താണ് അവന് സംഭവിച്ചത് എന്ന ഈശ്വരവാര്യരുടെ ഒരു ചോദ്യം, ഒരു അച്ഛൻ്റെ ഓർമ്മകൾ എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൻ്റെ കഥ ഒരു ചരിത്രമായി അവിടെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. സിനിമകളിലൂടെ അത് വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജൻ എന്ന വ്യക്തിയെ വീണ്ടും വീണ്ടും സിനിമ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഷാജി എൻ കരുൺ എന്ന ഒരു സംവിധായകൻ്റെ, ഛായാഗ്രഹൻ്റെ ഒരു ധൈര്യമാണ് നമ്മളവിടെ കാണുന്നത്. പിറവി എന്ന സിനിമ അദ്ദേഹം എടുത്തില്ലായിരുന്നു എങ്കിൽ പിന്നീട് രാജൻ എന്ന ഒരു വ്യക്തിയെ അധികമൊന്നും ആരും ചർച്ചാ വിഷയമാക്കില്ലായിരുന്നു. ഇന്നും നക്സൽ കാലത്തിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിരുന്നു രാജൻ. ആ ഒരു സംഭവത്തെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പിറവി എന്ന സിനിമ നമ്മൾക്ക് മുന്നിൽ കാണിച്ചിരുന്നത് ഒരു അച്ഛൻ മകന് വേണ്ടി നടത്തുന്ന ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ്. ഈ ഒരു കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഷാജി എൻ കരുൺ എന്ന ചലച്ചിത്രകാരന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.